നീ ഇപ്പോൾ കാണും. സംഖ്യാപുസ്തകം 11 അധ്യായം 23 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ജീവിതയാത്രയിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പെറുപെറുത്തു. അവർ ദുരാഗ്രഹികളായി മാറി. ഇതിന്റെ നടുവിൽ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എന്നെ വലച്ചെടുത്ത് എനിക്കിത് അതിഭാരമാകുന്നു. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് നീക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മോശയോട് യഹോവ പറയുകയാണ്, നീ ഇപ്പോൾ കാണും. എന്താ നീ കാണാൻ പോകുന്നത്? യഹോവയുടെ കൈ കുറുതായി പോയോ ഇല്ലയോ എന്ന് നീ കാണാൻ പോകുകയാണ്. ജീവിതയാത്രയിൽ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ? ദൈവം പ്രവർത്തിക്കുമോ? എവിടുന്ന് ഇത്രയും പേർക്ക് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്നുള്ള മാനുഷിക ചിന്തകളും വിചാരങ്ങളും നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്നും അവൻ്റെ കൈ കുറുതായി പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ലെങ്കിൽ, പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പ്രവർത്തിച്ചിരിക്കും. അത് മോശയെ നീ അത് കാണാൻ പോകുകയാണ്. കുടുംബങ്ങളെ, വ്യക്തികളെ നിങ്ങളത് കാണാൻ പോകുകയാണ്. കർത്താവേ, അങ്ങനെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you.